ഹലോ ഗൈസ്, ഇന്ന് ഈ ഹെയർ ബാൻഡ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ OHP ഷീറ്റിൽ നമ്മുടെ B7000 ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ ഷേപ്പ് വെച്ചിട്ട് അത് ഈ ഗ്ലാസ് പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ ഷീറ്റിൽ തന്നെ ഏകദേശം ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിൽ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ ഈ ഒരു സ്ക്വയർ ഷേപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നടുവിലൊരു 4 സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് മേലെ 5 എണ്ണം, അതിന് മേലെ 6 എണ്ണം, അതിന് മേലെ 7 എണ്ണം, അങ്ങനെയായിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത് 2 സൈഡും. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. എന്നിട്ട് ഞാനൊരു OHP ഷീറ്റിൻ്റെ ഫുൾ ഷീറ്റിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഷേപ്പിൻ്റെ ഏകദേശം ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ 4 പുറം ഞാൻ ആദ്യം സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ബോൾ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചത്, ഗോൾഡൻ കളറ്. അപ്പോൾ അത് ഒട്ടിച്ചപ്പോഴും ചന്തമുള്ള പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ബോൾ ചെയിനാണ് ഒട്ടിച്ചത്. ചെറിയ ബോൾ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായി ഉണങ്ങണം കേട്ടോ. നന്നായി ഉണങ്ങണം. ഞാനിത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കട്ട് ചെയ്യണത് കേട്ടോ. നമ്മൾ നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ ഷേപ്പൊക്കെ മാറിപ്പോകും കട്ട് ചെയ്യണ സമയത്ത്. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു കത്രിക വെച്ചിട്ട് നമ്മളെ ആ ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു കത്രിക തന്നെ ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിൻ്റെ 4 പുറം ഇങ്ങനെ ചൂടായത് വെച്ചാൽ അത് പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ അത് ഉരുകിയിട്ട് സെറ്റാവും. ഇനി ചന്ദനത്തിരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ചന്ദനത്തിരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കത്രിക ചൂടാക്കി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വാക്സ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വാക്സ് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്ന് നമ്മുടെ ഗം വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ അതേ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഞാൻ ഈ ഹെയർ ബാൻഡിൻ്റെ സൈഡിൽ ആയിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ പോണത്. ഞാൻ സൈഡിൽ ഒട്ടിക്കുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക തോന്നുന്നു, അതുകൊണ്ട് ഞാൻ സൈഡിലാണ് ഒട്ടിച്ച് കൊടുത്തത്. എന്നിട്ട് ഈ ഹെയർ ബാൻഡിൻ്റെ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഞാൻ സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പോണത് കേട്ടോ. ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ഗോൾഡൻ കളറാണ് കേട്ടോ. സ്റ്റോണ് വൈറ്റ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ബാക്കിലൊക്കെ ഗോൾഡൻ കളറാണ്. അതാണ് ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിൻ. പല കളറിലും നമുക്ക് സ്റ്റോൺ ചെയിൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളർ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പശ ഹെയർ ബാൻഡിൽ തേച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മെനക്കെട്ട പണിയാണ്, നല്ല ക്ഷമമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും. എങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ജ്വല്ലറിയൊക്കെ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് നമ്മൾ കടയിൽ പോയിട്ട്, ഇപ്പം ഞാനൊക്കെ മോൾക്ക് ഇങ്ങനത്തെ ഹെയർ ബാൻഡൊക്കെ ആദ്യം വാങ്ങുന്ന ടൈമിൽ 100-200 രൂപ കൊടുത്തിട്ടാട്ടോ വാങ്ങിയിരുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും, പൈസയും കമ്മിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കെ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് സ്റ്റോൺ ചെയിന് 2 സൈഡും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ഷമയോടുക്കനെ തന്നെ ഒട്ടിച്ച് കൊടുക്കണം, എങ്കിലാണ് നമുക്ക് പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.